Hello everyone, welcome back. Now I am discussing the topic artificial intelligence. Artificial intelligence is the intelligence exhibited by machine or software and the branch of computer science that develops machines and software with human-like intelligence. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെഷീൻസോ സോഫ്റ്റ്വെയറോ എക്സിബിറ്റ് ചെയ്യുന്ന ഇൻ്റലിജൻസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ശാഖ തന്നെയാണ്. മെഷീൻസിനെയോ സോഫ്റ്റ്വെയറിനെയോ ഹ്യൂമൻ ഇൻ്റലിജൻസിന് സമമായിട്ടുള്ള ഇൻ്റലിജൻസ് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഏരിയ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് that emphasizes the creation of intelligent machine that works and reacts like human. മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മെഷീൻസാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ദിസ് ജനറലി ഇൻവോൾവ്സ് ബോറോയിങ് ക്യാരക്ടേഴ്സ് ഫ്രം ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് അപ്ലൈങ് ദം ആസ് അൽഗോരിതം ഇൻ എ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി വേ. ഇപ്പം മനുഷ്യൻ്റെ ബിഹേവിങ്ങിന് സമമായിട്ടുള്ള ക്യാരക്ടേഴ്സിക്സ് എടുത്തിട്ട് അത് മെഷീൻസിൽ അൽഗോരിതം വഴി അപ്ലൈ ചെയ്യുന്നതാണ് ഇതിലൊരു രീതി. John McCarthy, who coined the term artificial intelligence in 1955, defines it is the science and engineering of making intelligent machine. അപ്പോൾ ഇൻ്റലിജൻറ്റ് മെഷീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തത് ജോൺ മെക്കാത്തി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. സോ ഹീ ഈസ് കോൾഡ് ആസ് എ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജോൺ മെക്കാത്തി. Artificial intelligence is based on the principle that the human intelligence can be defined in a way that machine can easily mimic it and execute tasks from the most simple to those that are even more complex. The goal of artificial intelligence include learning, reasoning and perception. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്തിട്ട് അതിനെ മിമിക് ചെയ്യുന്ന ഒരു രീതിയാണ്. മെഷീൻസിലേക്ക് ഇതിനെ കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്തൊക്കെ വരുന്നു വെച്ചാൽ ലേണിംഗ്, റീസണിങ്, പെർസെപ്ഷൻ, ഈ ഗോൾസ് എല്ലാം ഇത് അച്ചീവ് ചെയ്യും. Currently, no computers exhibit full artificial intelligence, which means computers are not able to simulate human behavior in full. The greatest advantage have occurred in the field of games playing. The best computer chess programs are now capable of beating humans. In May 1997, an IBM supercomputer called Deep Blue defeated world chess champion Garry Kasparov in chess match. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതുവരെയും ഒരു ഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സിബിറ്റ് ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ എവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടേഴ്സിന് ഒരിക്കലും ഫുൾ ബിഹേവിയർ സിമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. പല ഫീൽഡിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഗെയിംസ് പ്ലേയിങ്ങിലൊക്കെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുള്ളത്. ചെസ് പ്ലേയിങ് ഹ്യൂമൻ കേപ്പബിൾ കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞ സൂപ്പർ കമ്പ്യൂട്ടർ 1997 വേൾഡ് ചെസ് ചാമ്പ്യനെ ഡിഫീറ്റ് ചെയ്തു. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. In the area of robotics, computers are now widely used in assembly plants, but they are capable only of very limited tasks. Robots have greater difficulty identifying objects based on appearance or feel, and they still move and handle objects clumsily. സോ റോബോട്ടിക്സിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അസംബ്ലി പ്ലാൻസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടാസ്കേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. റോബോട്ട്സ് ഹാവ് ഗ്രേറ്റർ ഡിഫിക്കൽട്ടി ഐഡൻറ്റിഫൈയിങ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ അപ്പിയറൻസ് ഓർ ഫീൽ. ഇപ്പോൾ ഈ അപ്പിയറൻസും ഫീലും വെച്ച് ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു പ്രശ്നം, ഒരു മെയിൻ ഡിഫിക്കൽട്ട് ടാസ്ക്. The potential application of artificial intelligence are abundant. They stretch from military for autonomous control and target identification to the entertainment industry for computer games and robotic pets. ഇപ്പോൾ നമ്മുടെ മിലിറ്ററി പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിംസിനും റോബോട്ടിക് പെറ്റ്സിനും ഒക്കെ ആയിട്ട്. Organizations that deal with large number of customers like hospital, banks and insurance companies can use artificial intelligence to predict customer behavior and detect trend. അപ്പം ഒത്തിരി കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റൽ, ബാങ്ക്, ഇൻഷുറൻസ് ഈ മേഖലയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനും
ട്രെൻഡ്സ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. Categorization of artificial intelligence. Artificial intelligence can be divided into two different categories, weak and strong. Weak artificial intelligence embodies a system designed to carry out one particular job. Weak artificial intelligence systems include video games such as chess example from above and personal assistants such as Amazon Alexa and Apple Siri. You ask the assistant a question, it answers it for you. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വീക്ക് ആൻഡ് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഏരിയ, ജോബിന് കസ്റ്റമൈസ്ഡ് സെക്ഷൻ ആയിരിക്കും. അതായത് സപ്പോസ് ഒരു വീഡിയോ ഗെയിം, ഇപ്പോൾ ചെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പം അവർ ആ ഒരു ഫീൽഡ് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ആമസോണിൻ്റെ അലക്സ, ആപ്പിളിൻ്റെ സിറി, ഈ പറഞ്ഞ ആപ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അസിസ്റ്റൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അവരതിന് ആൻസർ പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് ഇസ് വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്ത സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ബി കൺസിഡർഡ് ലൈക്ക് ഹ്യൂമൻ. അപ്പം ഏത് കോംപ്ലക്സും കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള കാര്യങ്ങളും ഇവർ നമുക്ക് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ദേ ആർ പ്രോഗ്രാം ടു ഹാൻഡ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ മേ ബി റിക്വയർഡ് ടു പ്രോബ്ലം സോൾവ് വിതൗട്ട് ഹാവിങ് എ പേഴ്സൺ ഇൻ്റർവെൻ. അതായത് ഒരു ആളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് അവർക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാം ആയിരിക്കും ഇതിൽ ചെയ്തിരിക്കുന്നത്. ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ആപ്ലിക്കേഷൻ ലൈക്ക് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഓർ ഇൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ റൂം. ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ റൂമിൽ എങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കാറ് ഡ്രൈവർ ഇല്ലാതെ സെൽഫായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാം, ഈ ഒരു സിറ്റുവേഷൻസൊക്കെ ഇവർ നന്നായി ഹാൻഡിൽ ചെയ്യും. ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആവശ്യകത കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പൈൻസ് precision and computational power with pure logic to solve problem and reduce error in operation. Already, robot expert systems are taking over many jobs in industries that are dangerous for or beyond human ability. Following are the most common applications. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ ഒരു കമ്പ്യൂട്ടേഷണൽ പവറും പ്രിസിഷണൽ പവറും ഒക്കെ എടുത്ത് ലോജിക്കുമായിട്ട് കമ്പൈൻ ചെയ്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുകയും എറേഴ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്നത്. ഓൾറെഡി റോബോട്ടൊക്കെ ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറത്തും ഉള്ള സിറ്റുവേഷൻസൊക്കെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ, ഹെവി ഇൻഡസ്ട്രീസ്. Robotics and cybernetics combined with artificially intelligent expert system are used widely in heavy industries. The entire manufacturing process is now totally automated, controlled and maintained by a computer system in car manufacture. സോ ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ ടോട്ടൽ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കുകയാണ് മാനുഫാക്ചറിങ് എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാർ മാനുഫാക്ചറിങ്, മെഷീൻ ടൂൾ പ്രൊഡക്ഷന്, കമ്പ്യൂട്ടർ ചിപ്പ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെയും തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ ഫുള്ളി കൺട്രോൾഡ് ബൈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. They carry out dangerous tasks like handling hazardous radioactive materials. അപ്പം ഇവർ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ഹ്യൂമൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേറ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. Then Japan is the leading country in the world in terms of robotic research and use. റോബോട്ടിക്സ് റിസർച്ചിലും യൂസിലും ഒക്കെ ഈ ജപ്പാനാണ് ഇപ്പോൾ കൂടുതലായിട്ടും മുന്നിൽ നിൽക്കുന്നത്. സോ ഇവർ റോബോട്ടിക്സും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. നെക്സ്റ്റ് ഏരിയ ഈസ് ഫിനാൻസ്.
Banks use intelligent software application to screen and analyze financial data. ബാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും ഒക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ബിക്കോസ് ഫിനാൻഷ്യൽ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട്. Software programs that can predict trends in the stock market have been created which have been known to beat human predictive power. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് അവിടുത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് അനലൈസ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഈ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാറുണ്ട്. വിച്ച് മീൻസ് ഹ്യൂമൻ്റെ പ്രെഡിക്റ്റീവ് പവറിനെക്കാട്ടിലും വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആണ് ഇവരുടെ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇസ് ഏവിയേഷൻ. Airline uses expert system in planes to monitor atmospheric condition and system status. The plane can be put on autopilot once a course is set for destination. സോ എയർലൈൻസിലൊക്കെ ആണെങ്കിലും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, വെതർ കണ്ടീഷൻ ആൻഡ് സിസ്റ്റം സ്റ്റാറ്റസ് ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് നടത്താറുണ്ട്. The plane can be put on an autopilot once a course is set for destination. അതുപോലെ തന്നെ പ്ലെയിനിലൊക്കെ ആണെങ്കിലും ഒരു ഓട്ടോ പൈലറ്റിൻ്റെ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഓട്ടോ പൈലറ്റിൻ്റെ ഒരു മോഡിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. So that is another application. Next is weather forecast. Neural networks are used for predicting weather conditions. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായ ന്യൂറൽ നെറ്റ്വർക്സിന് വെതർ കണ്ടീഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഡേറ്റ ഇസ് ഫെഡ് ടു എ ന്യൂറൽ നെറ്റ്വർക്ക് വിച്ച് ലേൺസ് ദ പാറ്റേൺ ആൻഡ് യൂസ് ദ നോളജ് ടു പ്രെഡിക്റ്റ് വെതർ പാറ്റേൺസ്. അപ്പം പ്രീവിയസ് ഡേറ്റാസൊക്കെ ഇവരുടെ സിസ്റ്റത്തിലോട്ട് കൊടുത്ത് ന്യൂറൽ നെറ്റ്വർക്കിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേൺ അവർ പഠിച്ചിട്ട് വരുന്ന വെതർ കണ്ടീഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഗെയിമിംഗ്. സോ ഈ മാസ്റ്റർ ലെവൽ ചെസ്സ് പ്ലേ ചെയ്യാനും അതുപോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇവരുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു കമ്പ്യൂട്ടേഷനെക്കാട്ടിലും 10 മടങ്ങ് കൂടുതലാണ്. സോ അവരൊരു മൂവ്മെൻറ്റ്സൊക്കെ വിത്തിൻ സെക്കൻഡ്സാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഗെയിമിങ്ങിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. അപ്പോൾ നമ്മൾ പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതുപോലെ തന്നെ മറ്റ് ഗെയിമിങ് സെക്ഷൻസ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ, ബാങ്കിങ് ആക്ടിവിറ്റിയിൽ, പിന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസ് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും, പിന്നെ എന്തെങ്കിലും ഫിഷിങ്ങോ ഫിന്നിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഓവറോൾ മിക്ക മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചേർന്ന് വരുന്നൊരു ടോപ്പിക്കാണ്, ബട്ട് ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ടോപ്പിക്, ദറ്റ് ഇസ് വെർച്വൽ റിയാലിറ്റി. It's an artificial environment created with computer hardware and software and presented to the user in such a way that it appears and feels like a real environment. അപ്പം ഈ വെർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകത, ഇവരൊരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ. അത് യൂസറിന് പ്രസൻറ്റ് ചെയ്യും, പക്ഷേ യൂസറിന് അത് ശരിക്കുമുള്ളൊരു റിയൽ എൻവയോൺമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഇറ്റ് ഇസ് എ 3-dimensional computer generated environment which can be explored and interacted with by a person. അപ്പോൾ ഒരു 3D എൻവയോൺമെൻ്റ് ആണിത്. അത് ആ ജനറേറ്റ് ചെയ്ത എൻവയോൺമെൻറ്റ് പേഴ്സണായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് പേഴ്സൺ ബിക്കം പാർട്ട് ഓഫ് ദ വെർച്വൽ വേൾഡ് ഓർ ഇസ് ഇമേഴ്സ്ഡ് വിത്തിൻ ദിസ് എൻവയോൺമെൻറ്റ് ആൻഡ് is able to manipulate objects or perform a series of action. സോ അപ്പോൾ ഈ ഒരു വെർച്വൽ റിയാലിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്, പേഴ്സണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കും. അപ്പം ആ ആക്ഷൻസിൽ ഒരു ഒബ്ജക്റ്റായി മാറാനായിട്ടും പറ്റും. To enter virtual reality, a user should wear special gloves, earphones and goggles, all of which receive their input from the computer system. In this way, at least 3 or 5 senses are controlled by the computer. സോ ഈ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ സ്പെഷ്യൽ ഗ്ലൗസ്, ഇയർഫോൺസ്, ഗൂഗിൾസൊക്കെ നമ്മൾ
വെയർ ചെയ്യണം. ഇനി നമ്മുടെ ഒരു സെൻസിങ് ഓർഗൻസിൽ ഏകദേശം ഒരു 3 സെൻസ് ഓർഗൻസ് എങ്കിലും കമ്പ്യൂട്ടർ കൺട്രോളിലാകണം. എങ്കിലേ നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ അഡീഷൻ ടു ഫീഡിങ് സെൻസറി ഇൻപുട്സ് ടു ദ യൂസർ, ദ ഡിവൈസ് ഓൾസോ മോണിറ്റർ ദ യൂസേഴ്സ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ഈ സെൻസിങ് ഇൻപുട്സൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന കൂടാതെ മോണിറ്ററും യൂസറിൻ്റെ ആക്ഷൻസ് ഇത് ചെയ്യും. ഡിവൈസസ് ഉണ്ട് യൂസറിൻ്റെ ആക്ഷൻസ് മോണിറ്റർ ചെയ്യാൻ. Google's, for example, track how the eye moves and respond accordingly by sending you video input. ഇപ്പോൾ ഗൂഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, യൂസേഴ്സിൻ്റെ ഐ എങ്ങനെ മൂവ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് സെൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദാറ്റ് ഈസ് വെർച്വൽ റിയാലിറ്റി. Virtual reality can be defined as an upcoming technology that makes user feel in a virtual environment by using computer hardware and software. അപ്പം ഇതൊരു അപ്കമിങ് ടെക്നോളജിയാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് യൂസറിന് എക്സ്പീരിയൻസ് ചെയ്യിക്കും. ഇറ്റ് വാസ് ഒറിജിനലി കൺസീവ്ഡ് ആസ് എ ഡിജിറ്റലി ക്രിയേറ്റഡ് സ്പേസ് വിച്ച് ഹ്യൂമൻസ് കുഡ് ആക്സസ് ബൈ വെയറിങ് സ്പെഷ്യൽ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സ്. അപ്പം ഇത് ശരിക്കും എന്താണ്, ഒരു ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തൊരു സ്പേസാണ്. ഹ്യൂമൻ ആക്സസ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സ് നമ്മൾ വെയർ ചെയ്യണം. In virtual reality, stimulated three-dimensional world is created around the user in which he or she could interact with objects, people and environment. വെർച്വൽ റിയാലിറ്റിയിൽ ഒരു 3D എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെയും പീപ്പിളിനെയും എൻവയോൺമെൻറ്റ്സിനൊക്കെ യൂസറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. Typically, three-dimensional life-sized images with the support of audio devices are present around the user, and this perspective is modified in accordance with the user input. അപ്പോൾ 3D ഇമേജസ് അല്ലെങ്കിൽ ഓഡിയോ ഡിവൈസസ് ഒക്കെ യൂസറിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയും യൂസറിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിനനുസരിച്ച് പിന്നെ അത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെനി ഡിവൈസസ് അലോങ് വിത്ത് ദ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ് ടു ക്രിയേറ്റ് എ വെർച്വൽ എൻവയോൺമെൻറ്റ്. കമ്പ്യൂട്ടറിനോട് ചേർന്ന് മറ്റ് പല ഡിവൈസുകളും ഈ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Basically, virtual reality is simply an illusory environment engineered to give user the impression of being somewhere other than where they are. ശരിക്കും ഇതൊരു വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. അവർ അവിടെയാണ് ഇരിക്കുന്നതെന്ന് അവരെ തോന്നിപ്പിക്കുന്നു. ആസ് യു സിറ്റ് സേഫ്ലി ഇൻ യുവർ ഹോം, വെർച്വൽ റിയാലിറ്റി ക്യാൻ ട്രാൻസ്പോർട്ട് യു ടു എ ഫുട്ബോൾ ഗെയിം, എ റോക്ക് കോൺസേർട്ട്, എ സബ്മറൈൻ എക്സ്പ്ലോറിംഗ് ദ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ, ഓർ എ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് ജൂപ്പിറ്റർ. നമ്മളൊരു വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മളെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ഫുട്ബോൾ ഗെയിം കാണുന്നതോ ഒരു കോൺസേർട്ടിൽ നമ്മൾ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു എന്താണ് സബ്മറൈൻ എക്സ്പ്ലോറിങ്ങിൽ ഒരു ഓഷ്യൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ടോ ഒരു സ്പേസ് സ്റ്റേഷനിലോ നമ്മൾ ഇരിക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ശരിക്കും ഈ മുമ്പൊക്കെ കുറേ വീഡിയോസൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരിരിക്കുന്നു, നമ്മളെ ഒരു സീയുടെ ഒരു എക്സ്പീരിയൻസിങ് നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു വലിയ വേവ് നമ്മളെ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന. അപ്പോൾ നിങ്ങൾ പലരും ഒക്കെ കണ്ടു കാണും. ഗൂഗിളിൻ്റെ ഒരു ട്രെയിനിങ് സെഷനായിരുന്നു വെർച്വൽ റിയാലിറ്റിയെ പറ്റിയുള്ള. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ. To date, virtual reality systems require extremely expensive hardware, software and are confined mostly to research laboratories and pilot training centers. അപ്പോൾ ശരിക്കും ഇതൊരു എക്സ്പെൻസീവ് കാര്യമാണ്. സോ ഇപ്പോൾ അത് ശരിക്കും അവർ റിസർച്ച് ലബോറട്ടറിയിലും പൈലറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റേഴ്സിലൊക്കെയാണ് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഈ വെർച്വൽ റിയാലിറ്റി രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ദ സിമുലേഷൻ ഓഫ് റിയൽ എൻവയോൺമെൻറ്റ് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം റിയൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു സിമുലേഷൻ നമുക്ക് തരും. എന്തിനു വേണ്ടി? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ടിയും. മറ്റൊന്ന് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇമാജിനറി എൻവയോൺമെൻറ്റ് ഫോർ എ ഗെയിം ഓർ ഇൻട്രാക്റ്റീവ് സ്റ്റോറി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമാജിനറി വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം, എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം. എന്തിനു വേണ്ടി? ഒരു ഗെയിമിന് വേണ്ടിയോ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടോ ഒക്കെ. ദാറ്റ് ഈസ് അനദർ കാറ്റഗറി. വെർച്വൽ റിയാലിറ്റി ഓഫേഴ്സ് എ ലാർജ് അറേ ഓഫ് പൊട്ടൻഷ്യൽ യൂസസ്. Already it have been enlisted to treat people suffering from certain phobias. ചില പേടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം. എക്സ്പോസിങ് പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് ഓഫ് വെർച്വൽ ക്ലിഫ് എഡ്ജസ് ഹാവ് ബീൻ ഷോൺ ടു റെഡ്യൂസ് ദ ഫിയർ ഇൻ എ മാനർ സച്ച് സേഫർ ദാൻ വാക്കിംഗ് അലോങ് റിയൽ ക്ലിഫ്സ്. സിമിലർ സക്സസ് ഹാവ് ബീൻ അച്ചീവ് ട്രീറ്റിംഗ് ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഫോബിയാസ്, പല കാര്യങ്ങളെയും പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. Other experiments have tested virtual reality uses in treating social anxieties such as fear of public speaking.
അതുപോലെ തന്നെ പല സോഷ്യൽ ആങ്സൈറ്റീസും മാറ്റാൻ, ഈ പബ്ലിക് സ്പീക്കിംഗ് ഫിയറൊക്കെ ഉള്ളവരും അത് മാറ്റാൻ ഈ ഒരു വെർച്വൽ റിയാലിറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഓൾസോ ഓഫേഴ്സ് അഡ്വാൻറ്റേജസ് ഫോർ വേരിയസ് സോർട്ട് ഓഫ് റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ റിസർച്ചിനും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സം ന്യൂറോ സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് വെർച്വൽ റിയാലിറ്റി experiments can provide insight into the nature of awareness and consciousness itself. Surgeons can practice virtual operations before cutting into real people. Soldiers can learn combat tactics in virtual world without shooting real bullets. സോ സർജറീസിലൊക്കെ സർജൻസിന് റിയൽ ഓപ്പറേഷന് പകരം ആൾക്കാരെ ഓപ്പറേറ്റ് ചെയ്തതിന് പകരം വെർച്വൽ എൻവയൺമെൻറ്റിൽ ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ സോൾജിയേഴ്സിന് ശരിക്കും ഈ വെർച്വൽ വേൾഡിൽ എങ്ങനെ ഷൂട്ടിംഗ് ഇല്ലാതെ, റിയൽ ബുള്ളറ്റ്സ് ഇല്ലാതെ ഷൂട്ടിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. സോ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽ കമ്പനീസ് യൂസസ് വെർച്വൽ റിയാലിറ്റി ടെക്നോളജി ടു ബിൽഡ് പ്രോട്ടോടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ഫോർ ടെസ്റ്റിംഗ് ദം ബിഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ശരിക്കുമുള്ള പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ ഒരു വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്പെൻസ് അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണെങ്കിൽ അത് നമുക്ക് റിയലായിട്ട് ചെയ്താൽ മതി. അപ്പം അതൊരു എക്സാമ്പിളാണ് വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ആർ യൂസ് ടു ട്രെയിൻ പൈലറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ ഈ ഫ്ലൈറ്റ് സിമുലേഷൻസ് വഴി വെർച്വൽ എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So that's another application. സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും വെർച്വൽ റിയാലിറ്റിയെ പറ്റിയുമാണ്. സോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഡീറ്റെയിൽ. വാട്ട് ഈസ് വെർച്വൽ റിയാലിറ്റി? താങ്ക് യു. ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആവശ്യകത കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും.